നമസ്കാരം. റഷ്യയെയും ചൈനയെയും തമ്മിൽ അകറ്റി പുടിനെ യൂറോപ്പിനും US-നും ഒപ്പം നിർത്താനാണോ ട്രംപിൻ്റെ നീക്കം? പുടിനും ട്രംപും തമ്മിൽ ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. കർശന ഉപാധികൾ വെക്കുന്നുണ്ടെങ്കിലും യുക്രൈൻ യുദ്ധം നിർത്താൻ സന്നദ്ധമാണ് എന്ന് പുടിൻ അറിയിക്കുന്നു. കാനഡയിൽ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേറ്റിരിക്കുകയാണ്. ട്രംപിനെതിരെ ആഞ്ഞടിച്ചാണ് തുടക്കം. ഫിലിപ്പീൻ മുൻ പ്രസിഡന്റ് റോഡ്രിഗോ ഡൂട്ടർട്ടെ ICC അറസ്റ്റ് ചെയ്തു. ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുമ്പോൾ തന്നെ അമേരിക്ക യമനിൽ ബോംബിട്ട് നിരവധി പേരെ കൊന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. റഷ്യയുമായി വെടിനിർത്താൻ തയ്യാറാണ് എന്ന് യുക്രൈൻ അറിയിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ നിർദ്ദേശത്തോട് ആദ്യം മുഖം തിരിഞ്ഞു നിന്ന സെലൻസ്കിയെ അമേരിക്ക വരിഞ്ഞു മുറുക്കി. സൗദിയിൽ നടന്ന ചർച്ചയിൽ US നിർദ്ദേശിച്ച വെടിനിർത്തൽ യുക്രൈൻ അംഗീകരിച്ചു. 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലാണ് US മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യ കൂടി നിബന്ധനകൾ അംഗീകരിച്ചാൽ താൽക്കാലിക വെടിനിർത്തൽ പരസ്പരം അംഗീകരിച്ച് നീട്ടാമെന്നും ധാരണയിലെത്തി. യുക്രൈൻ വെടിനിർത്തലിന് തയ്യാറായ ശേഷം ലോകം മുഴുവൻ പുടിൻ്റെ പ്രതികരണം കാത്തിരിക്കുകയായിരുന്നു. 2 ദിവസത്തിന് ശേഷം പുടിൻ മോസ്കോയിൽ വിളിച്ച പത്രസമ്മേളനത്തിൽ US നിർദ്ദേശം അംഗീകരിക്കും എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ കടുത്ത ഉപാധികളാണ് പുടിൻ മുന്നോട്ട് വെച്ചത്. യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ നിയന്ത്രണം റഷ്യക്ക് തന്നെ വേണം എന്നാണ് ഒരു ഉപാധി. യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സൈനിക സഹായം നിർത്തണമെന്നും പുടിൻ പറയുന്നു. റഷ്യക്കെതിരെ ലോകരാജ്യങ്ങളുടെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും റഷ്യ ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനമാക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. പുടിനെ ഒപ്പം നിർത്തി റഷ്യയെയും ചൈനയെയും തമ്മിൽ അകറ്റുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് ചിലർ കരുതുന്നു. ശീതയുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കയുടെ നിലപാടുകളും നേറ്റോയുടെ വികസനവുമാണ് റഷ്യയെ അമേരിക്കയിൽ നിന്ന് അകറ്റിയത്. ഇക്കാലത്ത് റഷ്യ ചൈനയോടടുത്തു. ചൈനയുമായി തെറ്റിച്ച് റഷ്യയെ അമേരിക്കയോടും യൂറോപ്പിനോടും അടുപ്പിക്കാനാണ് ട്രംപിൻ്റെ ശ്രമം എന്നാണ് വാദം. ഏതായാലും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് യുക്രൈൻ തന്നെയാകും. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേറ്റു. കാനഡയും US-ഉം തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന സമയത്താണ് കാർണിയുടെ വരവ്. കാർണി മുമ്പേ ട്രംപ് വിരുദ്ധനാണ്. അധികാരമേറ്റ ശേഷം നടത്തിയ ആദ്യ പ്രസംഗത്തിൽ തന്നെ കാർണി ട്രംപിന് കണക്കിന് കൊടുത്തു. 9 വർഷത്തിലധികം നീണ്ട ജസ്റ്റിൻ ട്രൂഡോ യുഗത്തിന് കൂടിയാണ് അന്ത്യമായത്. ട്രൂഡോയുടെ കുടിയേറ്റ നയം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും ഏറെ പ്രയോജനകരമായിരുന്നു. 4.5 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത്. ട്രൂഡോയുടെ കുടിയേറ്റ നയമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സ്വന്തം പാർട്ടിക്കുള്ളിലും ഇതേ അഭിപ്രായം ഉള്ളവരുണ്ട്. മാർക്ക് കാർണി കുടിയേറ്റ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് കണ്ടറിയണം. പുതിയ മന്ത്രിസഭയിൽ 2 ഇന്ത്യൻ വംശജരുണ്ട്, അനിത ആനന്ദും കമാൽ ഖേരയും. ഫിലിപ്പീൻ മുൻ പ്രസിഡന്റ് റോഡ്രിഗോ ഡൂട്ടർട്ടെയെ രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഭരണകാലത്ത് ലഹരി വേട്ട എന്ന പേരിൽ നടത്തിയ കൂട്ടക്കൊലകളുടെ പേരിലാണ് അറസ്റ്റ്. ലഹരി സംഘങ്ങളെ ഇല്ലാതാക്കാൻ എന്ന പേരിൽ ഡൂട്ടർട്ടെയുടെ പോലീസ് വെടിവെച്ചു കൊന്നത് 30,000-ലധികം ചെറുപ്പക്കാരെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയവരെല്ലാം ICCയുടെ അറസ്റ്റ് വാറന്റ് ലിസ്റ്റിലുണ്ട്. ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു. വെള്ളവും ഭക്ഷണവും അവശ്യ വസ്തുക്കളും തടഞ്ഞുള്ള ഉപരോധം 3 ആഴ്ചയായി. അതിനു പുറമെ ഇപ്പോൾ ബോംബാക്രമണവും പുനരാരംഭിക്കുകയാണ്. വടക്കൻ ഗസയിലെ ബൈത്ലാഹിയിൽ ജീവകാരുണ്യ സംഘത്തിനു നേരെ നടത്തിയ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ 9 പേരാണ് കൊല്ലപ്പെട്ടത്. താൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനകം ലോകത്തെ യുദ്ധങ്ങളെല്ലാം നിർത്തുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ യമനിൽ ബോംബിട്ട് തകർക്കുകയാണ്. ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ 31 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസക്കുമേലുള്ള ഉപരോധം അവസാനിപ്പിച്ചില്ല എങ്കിൽ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കും എന്ന ഹൂത്തി മുന്നറിയിപ്പിന് പിന്നാലെയാണ് ട്രംപിൻ്റെ നടപടി. ഹൂത്തികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇറാനോടും ആക്രമണമുണ്ടാകും എന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ്. സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഗസക്ക് പിന്തുണ തുടരുമെന്നും ഹൂത്തികൾ പ്രതികരിക്കുന്നു. വേൾഡ് വിത്തസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1-ൽ.